ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പൂച്ചക്കുട്ടന്മാർക്ക് നമ്മൾ രാവിലത്തെ ഭക്ഷണം കൊടുക്കുകയാണ്. മീനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട്. അതിനെ വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ഭയങ്കര വിശപ്പായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇല്ലായിരുന്നു കേട്ടോ. 1-2 പേര് വരാൻ ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളവർക്ക് നമ്മൾ കൊടുത്തു. പച്ച മീനാണ് കൊടുത്തത്. കാരണം രാവിലെ അതാണ് കൊടുക്കുന്നത്. പിന്നെയാണ് വേവിച്ചിട്ട് കൊടുക്കുന്നത്. കുട്ടൂസം കിട്ടിയ പാടെ തന്നെ അപ്പുറത്തെ വീട്ടിലെ മതിൽ ചാടിയിരുന്ന് കഴിക്കാൻ കേട്ടോ. വേറെ ആർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും, ഒരു പക്ഷേ ആരും എടുക്കാതിരിക്കാനും. പിന്നെ കുഞ്ഞി മാറിയിരുന്ന് കഴിക്കാൻ കേട്ടോ. അവരവർക്ക് അവരുടെ സാധനം കിട്ടിയാൽ പിന്നെ ആർക്കും കൊടുക്കത്തില്ല. ഗ്രേക്കുട്ടി ആദ്യമേ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ആദ്യം കഴിക്കാത്തതാണ്. കാരണം പതിയെ നമ്മളുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ, മീൻ ചോദിച്ചിട്ട്. അവൾ ആദ്യമൊക്കെ ഒന്ന് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നെ പതിയെ അങ്ങ് മാറിക്കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ സാധാരണ മാറാത്തതാണ്. ഇനി എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ആ തക്ക കൊണ്ട് പതിയെ കർമ്മന മീൻ അങ്ങ് അടിച്ചെടുക്കുകയാണ് കേട്ടോ. കുഞ്ഞ് പകുതി കഴിച്ച് വയറ് നിറഞ്ഞായിരിക്കും, അതുകൊണ്ടായിരിക്കും നമ്മൾ വിട്ടിട്ട് പോയത്. അതിനുശേഷം നമ്മളുടെ കുഞ്ഞിനെ പോലത്തെ വേറൊരു പൂച്ച വന്നിട്ടുണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ ആ പൂച്ച. കുഞ്ഞിയുടെ ഡിറ്റോ ആയിരുന്നു. ഫേസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും അതേപോലെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. വലിയതൊന്നും കാണിച്ചില്ല ആ പൂച്ച, അടിയൊന്നും ഉണ്ടാക്കിയില്ല. സാധാരണ പുതിയ പൂച്ച വരുമ്പോഴത്തേക്കും നമ്മൾ പൂച്ചകളുടെ അടി ഉണ്ടാക്കുന്നതാണ്. ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. നമ്മളെ ഗ്രേക്കുട്ടിയുടെ കൈ എങ്ങനെയോ ഒടിഞ്ഞിട്ടുണ്ട് ഗൈസ്. എങ്ങനെയാണ് ഒടിഞ്ഞതെന്ന് അറിയത്തില്ല. ഇവളങ്ങനെ അടിയൊന്നും കൂടാൻ പോവാത്തതാണ്. പക്ഷേ എങ്ങനെ ഒടിഞ്ഞെന്ന് അറിയത്തില്ല. കുറച്ച് വൈറ്റമിൻസ് ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അവൾക്ക് കുറച്ച് ട്രീറ്റ് കൊടുക്കുകയാണ് കേട്ടോ. കൈ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മടങ്ങി തന്നെ ഇരിക്കുവാണ്. ഞങ്ങൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് നോക്കിയില്ല. കാരണം ഇതിന് മുമ്പ് ഒരു പൂച്ചയുടെ കൈ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 2-3 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവുന്നതാണ്. പക്ഷേ ഇതെന്ത് പറ്റിയെന്ന് നമുക്കറിയില്ല. ഇനിയും കുറേ ദിവസം ഇങ്ങനെ ആണെങ്കിൽ എന്തായാലും നമ്മൾ ആശുപത്രി കാണിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് എല്ലാവരും ഓടി നടന്ന് കളിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഗ്രേക്കുട്ടിയെ കാണാനില്ലായിരുന്നു. ഇത് എൻ്റെ മാറ്റിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കുറുമ്പും കളിയും ഉള്ളത് ഗ്രേക്കുട്ടിക്കാണ്. ഏത് സാധനം അനങ്ങുന്ന കണ്ടാലും അവളത് അപ്പം പിടിച്ച് നിർത്തും. ഭയങ്കര കുസൃതിയാണ് കേട്ടോ നമ്മളെ ഗ്രേക്കുട്ടിക്ക്. അതിനുശേഷം കഴിച്ചു കഴിഞ്ഞ ക്ഷീണമാണ്. 3 പേര് സുഖം ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്